ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഏതാനും തിയേറ്ററുകളിലേക്ക് സെക്കൻഡ് ഷോ സമയത്ത് വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി, അതല്ലെങ്കിൽ സിനിമ തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്യുന്ന തലേ ദിവസമായതുകൊണ്ട് അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ സഞ്ചരിക്കുകയുണ്ടായി. കാരണം അതൊരു കൗതുകമാണ്. മുമ്പൊക്കെ സിനിമ കാണാൻ ആൾക്കാർ വരുന്നു, അതിൻ്റെ തയ്യാറെടുപ്പുകളോ ആഘോഷങ്ങളോ തലേ ദിവസമൊന്നും തിയേറ്ററുകളിൽ ഉണ്ടാകാറ് പതിവില്ല. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ മോഹൻലാലിൻ്റെ കുറേ സിനിമകൾ, നല്ല ഫോട്ടോസ്, വെറൈറ്റി ഫോട്ടോസ് കുറേ ചെറുപ്പക്കാർ അവിടെ എടുത്തു വയ്ക്കാനുണ്ട് വയ്ക്കാൻ വേണ്ടി. അതിനടുത്ത് പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയുടെ പോസ്റ്റർ ഇങ്ങനെ ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് മമ്മൂട്ടിയുടെ സിനിമയുടെ പോസ്റ്റർ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ തിയേറ്ററിലാണ് ഞാൻ ഈ രംഗങ്ങളെല്ലാം കണ്ടതെന്ന് ആലോചിക്കണം. അപ്പോൾ ആടുജീവിതം റിലീസ് ചെയ്യാൻ എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ മോഹൻലാലിൻ്റെ സിനിമയുണ്ട് അലൈക്കോട്ടെ വാലിബൻ. മറ്റൊന്ന് മമ്മൂട്ടിയുടെ ഭ്രമയുഗം. ഈ മൂന്ന് സിനിമ മലയാളികളെ സംബന്ധിച്ച്, സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ച്, ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മൂന്ന് സിനിമകളും വളരെ വ്യത്യസ്തമാണെന്ന് ആലോചിക്കണം. ഒന്നാമത് അതിൻ്റെ പോസ്റ്റർ ഡിസൈൻ കൊണ്ട്. മമ്മൂട്ടിയുടെ സിനിമകൾ ഇറങ്ങി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആ ബ്രഹ്മയുഗത്തിൻ്റെ പോസ്റ്റർ കണ്ട് ജനം മൂക്കത്ത് വിരൽ വെച്ചു, കറുത്ത് അതായത് ടാറ് വാരി തേച്ചിരിക്കുകയാണ് മമ്മൂട്ടി എന്ന് പോലും ചോദിച്ചു. ഇപ്പം എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കാൻ അതിന് ത്യാഗം സഹിക്കും. വയസ്സുകാലത്തും ഈ ത്യാഗം സഹിക്കാൻ മമ്മൂട്ടിയുടെ ധൈര്യം അപാരം തന്നെ. അപ്പോൾ അത് മനോഹരമായ ഒരു പോസ്റ്ററാണെന്ന് ആലോചിക്കണം. അപ്പുറത്ത് തന്നെ കണ്ടത് ആടുജീവിതമാണ്. ആടുജീവിതത്തിന് വിജയത്തിന് വേണ്ടി ശരീരഭാരം കുറച്ച്, വണ്ണം കുറച്ച് കുറേ കഷ്ടപ്പെട്ട നടനാണ് പൃഥ്വിരാജ് എന്നാലോചിക്കണം. പൃഥ്വിരാജ് എന്നാലോചിക്കണം. അപ്പോൾ പൃഥ്വിരാജ് പട്ടിണി കിടന്നു എന്നാണ് പറയണത്. പട്ടിണി കിടന്നിട്ടുണ്ട്, നല്ല ഭക്ഷണം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് അഭിനയിച്ചൊരു സിനിമ, ആ സിനിമ വരുന്നതും കാത്തിരിക്കുന്ന ജനങ്ങൾ. കാരണം നോവൽ പ്രസിദ്ധീകരിച്ച കാലഘട്ടത്തിൽ തന്നെ അത് ചൂടപ്പം പോലെ വിറ്റുപോയതാണെന്ന് വയ്ക്കണം. പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ, വേദനകൾ, സങ്കടങ്ങൾ എല്ലാം ആ ആടുജീവിതത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആടുജീവിതമാണ് അഭിപ്രായ സർവേയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നൊരു സിനിമ ഇപ്പോൾ. അപ്പം മറ്റുള്ളവർ ചോദിക്കുന്നത്, എന്താ മമ്മൂട്ടിയുടെ സിനിമ മോശമാണോ, മോഹൻലാലിൻ്റെ സിനിമ മോശമാണോ? അങ്ങനെ ഒരു സർവേ എടുപ്പ് ഇപ്പോൾ വേണ്ട. ഇത് രാഷ്ട്രീയമല്ല. തിരഞ്ഞെടുപ്പിന് മുമ്പ് സർവേ നടത്തി ഫലം പ്രഖ്യാപിക്കുന്ന പോലെ ഇപ്പോൾ തന്നെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സിനിമകൾ പുതിയ റിലീസ് ചെയ്ത് സൂപ്പർ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ വരാനിരിക്കുന്ന സിനിമകളും അതേപോലെ പ്രദർശന വിജയം നേടുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആടുജീവിതത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം പൃഥ്വിരാജ്, പക്ഷെ അത് നല്ല സിനിമയായിരിക്കും. ആ സിനിമയാണ് മറ്റു രണ്ട് സിനിമയേക്കാൾ മെച്ചം എന്ന് പറയാൻ വരട്ടെ. ഇതാണിപ്പോൾ ചർച്ച. പക്ഷേ ഇപ്പോൾ തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് മാക്സിമം ഈ പോസ്റ്ററുകൾ കൊണ്ട് കളിച്ച് ഏറ്റവും ബെസ്റ്റ് പോസ്റ്റർ ഇന്ന സിനിമയുടെയാണ്, ആ സിനിമ കാണാൻ പല ഇടിച്ചു കയറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പൃഥ്വിരാജിന് ഒരു പ്ലസ് പോയിന്റ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആടുജീവിതത്തിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ FBയിലിട്ടത് പ്രഭാസ് എന്ന നടനാണെന്ന് ആലോചിക്കണം. പ്രഭാസിനെ അറിയാത്തവരുണ്ടോ എന്താണ് പ്രഭാസ് അല്ലേ? അപ്പോൾ ആ പ്രഭാസും പൃഥ്വിരാജും തമ്മിൽ ഈ അടുത്ത കാലത്തൊരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു. പിന്നെ കേൾക്കുന്നത് പൃഥ്വിരാജിൻ്റെ പുതിയ സിനിമയിലെ എമ്പുരാനിൽ പ്രഭാസ് നല്ലൊരു റോള് അഭിനയിക്കാൻ സാധ്യതയുണ്ട്, അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മൂന്ന് പോസ്റ്ററുകളിലും കൗതുകം ജനിപ്പിക്കുന്ന പോസ്റ്റർ മോഹൻലാലിൻ്റേതാണെന്ന് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ മൂന്ന് സിനിമകളും വിജയിക്കട്ടെ എന്നാണ് ഞങ്ങളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ പക്ഷം നല്ല സിനിമയ്ക്കുള്ള പക്ഷമാണെന്ന് ആലോചിക്കണം. നല്ല സിനിമ ആര് ചെയ്താലും വിജയിക്കുകയും വേണം. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മൂന്ന് സിനിമകളുടെ വ്യത്യസ്തത പറഞ്ഞു കേൾക്കുന്നത്.
മമ്മൂട്ടി ഇങ്ങനെ ബ്രഹ്മയുഗം എന്നുള്ള സിനിമ അതൊരു അവാർഡ് സിനിമയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത് അവാർഡ് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മലൈക്കോട്ടെ വാലിബൻ അവാർഡ് സിനിമയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കില്ലേ? അത് ലിജോ ജോസ് പെല്ലിശ്ശേരി ചെയ്യുന്നതല്ലേ? മമ്മൂട്ടിയുടെ സിനിമ ലിജോ ജോസ് പെല്ലിശ്ശേരി ചെയ്തിട്ടല്ലേ അവാർഡുകൾ നേടിയത്? അപ്പോൾ പൃഥ്വിരാജ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ തിയേറ്ററുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. യുവാക്കൾ സജീവമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട നടൻ്റെ പേരിലുള്ള ഇത്രയും പോസ്റ്റർ പ്രചരണം ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് തിയേറ്ററുകളിൽ മാത്രമല്ല, അവർ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇതിട്ട് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണുന്നത് ഏതായിരിക്കും? മോഹൻലാലിൻ്റെ സിനിമയുടെ പോസ്റ്ററായിരിക്കുമോ, മമ്മൂട്ടിയുടെ സിനിമയുടെ പോസ്റ്ററായിരിക്കുമോ, പൃഥ്വിരാജിൻ്റെ സിനിമയുടെ പോസ്റ്ററായിരിക്കുമോ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ചിലർ പറയും നമ്മൾ കാണുന്നത് ബുദ്ധിപരമായി കാണുകയും ചർച്ച ചെയ്യുകയുമല്ല വേണ്ടത്. ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ട്. നമ്മളെ ആസ്വദിപ്പിക്കുന്ന, നമ്മുടെ കണ്ണുകളെ ആഹ്ലാദിപ്പിക്കുന്ന പോസ്റ്റർ ഏതാണ്? അത് മോഹൻലാലിൻ്റെ അല്ലേ എന്ന ചോദ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല എന്ന് പറയാൻ പലർക്കും കഴിയില്ല. കാരണം മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിൻ്റെയും പോസ്റ്റർ ഡിസൈൻ മനോഹരമാണെങ്കിൽ കൂടി അത് ഒരു അവാർഡ് ടൈപ്പുള്ള പോസ്റ്ററുകളാണെന്ന് ആലോചിക്കണം. കാണാൻ ഇച്ചിരി ഭംഗി എന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഞാൻ മുമ്പേ പറയാറുണ്ട്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നമ്പൂതിരിയും AS-ഉം പടം ചിത്രീകരിച്ചിരിക്കുന്നു. നമ്പൂതിരിയുടെ ചിത്രങ്ങൾക്ക് സൗന്ദര്യം കുറവാണെന്ന് ചിലർ കഴിയുമ്പോൾ തന്നെ അതാണ് ശരിക്കും ചിത്രങ്ങൾക്ക് ജീവൻ കൊടുക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. AS വരയ്ക്കുന്ന പടങ്ങളെല്ലാം കാണാൻ രസകരമാണ്. ഫസ്റ്റ് ഇംപ്രഷൻ അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ രണ്ട് വിഭാഗക്കാർ ആ പ്രശസ്ത ചിത്രകാരന്മാരുടെ ചിത്രങ്ങളെ വിലയിരുത്തിയിട്ടുണ്ടായിരിക്കും. അന്ന് ഒരു മത്സരത്തിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞുള്ളൂ, ഈ നമ്പൂതിരിയുടെ സിനിമകൾ മഹത്തരം തന്നെയാണ്. പക്ഷേ എന്നെ പെട്ടെന്ന് ആകർഷിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് AS-ൻ്റെതാണെന്ന് ഞാൻ അന്നേ ഇങ്ങനെ പലരും പറയാറ്. അതുപോലെ തന്നെയാണ് ഈ 3 പോസ്റ്ററെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നത്. പോസ്റ്റർ വിപ്ലവം അങ്ങനെ നടക്കട്ടെ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാത്തിരിക്കുന്നത് ഈ 3 സിനിമകളും ഒരേ സമയത്ത് റിലീസ് ചെയ്യരുതല്ലേ എന്ന് ആഗ്രഹമാണ്. കാരണം ഒരേ സമയത്ത് ഈ 3 സിനിമ റിലീസ് ചെയ്യാൻ പ്രേക്ഷകർ അങ്കലാപ്പിലാവും. ഒരു സിനിമ റിലീസ് ചെയ്ത് അതിൻ്റെ തുടർച്ചയായി മറ്റൊരു സിനിമ റിലീസ് ചെയ്യട്ടെ, അതിൻ്റെ തുടർച്ചയായി വേറൊരു സിനിമ റിലീസ് ചെയ്യട്ടെ, അങ്ങനെ 3 സിനിമയും തിയേറ്ററിൽ നിറഞ്ഞു നിൽക്കട്ടെ, ഈ 3 നടന്മാർക്ക് പുറകെ മറ്റു നടന്മാർ വരട്ടെ എന്നാണ് ഒരു വിഭാഗവും എന്നെപ്പോലുള്ളവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിക്കണം, ഇനി എന്താണ് നമുക്ക് ഈ സിനിമ നൽകുന്ന സന്ദേശം എന്നാലോചിക്കുന്നത്. ഓരോ സിനിമയ്ക്കും ഓരോ സന്ദേശമുണ്ട് എന്ന് തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പിക്കാം, ഈ 3 സിനിമകളിലും പ്രേക്ഷകനെ വിസ്മയിപ്പിക്കുന്ന കഥാതന്തു ഉള്ളത് ആടുജീവിതം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ കഥയാണോ ഒരു സിനിമയുടെ ഏറ്റവും മർമ്മഭാഗം? അല്ല. ഇപ്പോഴത്തെ സിനിമയ്ക്ക് കഥ പ്രത്യേകിച്ച് വേണം, പക്ഷേ കഥയോടൊപ്പം തന്നെ തിരക്കഥ. ഒരു സംവിധായകൻ എത്രയും പ്രഗത്ഭനാണോ ആ സംവിധായകൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കുന്നതിന് നല്ലൊരു തിരക്കഥ ആവശ്യമാവും. നല്ല തിരക്കഥയുണ്ടാകുമ്പോൾ ആ തിരക്കഥ വളരെ മനോഹരമാക്കി അഭിനയിച്ചു കൊടുക്കാൻ ഒരു നടൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ടാവും. ഈ 3 ഘടകങ്ങളും കൂടുമ്പോൾ ഛായാഗ്രാഹകൻ്റെ കാര്യം പറയാതിരിക്കുക. ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഈ 3 സിനിമയിലൂടെയും കൂടി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം, സിനിമ കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം. ഏതായിരിക്കും 1-ാം സ്ഥാനത്ത് വരിക, ഏതായിരിക്കും ജനകീയ സിനിമയാവുക എന്നൊരു ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. മുൻവിധി വേണ്ട, സിനിമ കാണട്ടെ, സിനിമ കണ്ടിട്ട് നമുക്ക് വിലയിരുത്താം.